ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞങ്ങളെ ചർച്ചയിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ്. പ്രിയങ്കരനായ താഴേക്കോട് പഞ്ചായത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ നാലകത്ത് ഷുക്കൂർ അടക്കമുള്ളവരാണ് എന്നോടൊപ്പമുള്ളത്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU 4 പതിറ്റാണ്ടിന് ശേഷം കോഴിക്കോട് കൈവണ്ടി തൊഴിലാളിയുമായി ആരംഭിച്ച് മർഹൂം CD സാഹിബ് തുടക്കം കുറിച്ച് കോഴിക്കോട് വീണ്ടും ചരിത്രം രചിക്കുകയാണ്. 4 പതിറ്റാണ്ടിന് ശേഷം മർഹൂം CD സാഹിബിൻ്റെ നാമധേയത്തിൽ കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികളെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് 1-ാം തീയതി ഫെബ്രുവരി 1-ന് മഹാസമ്മേളനം നടക്കുകയാണ്. നിലവിൽ 39ഓളം അവാന്തര വിഭാഗങ്ങൾ അണിനിരന്നുള്ള ഒരു സമ്മേളനം. ഇന്ന് കേരള ചരിത്രത്തിൽ തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളെ അപേക്ഷിച്ച് വളരെ കൃത്യമായി തന്നെ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തനം നടക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് ആ സമ്മേളനവും അതോടൊപ്പം തന്നെ എല്ലാം തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെക്കൂട്ടുകാർ എന്നുള്ള നിലക്ക് എൻ്റെ സീനിയർ നേതാവാണ് പ്രിയങ്കരനായ KN അസീസ്. അദ്ദേഹം 90 കാലഘട്ടത്തിൽ തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. ഞാനൊക്കെ 96 കാലഘട്ടത്തിലാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാന്യനായ അസീസ് അദ്ദേഹത്തിൻ്റെ തുടക്കം തൊട്ടിട്ടുള്ള STUവിൻ്റെ അന്നത്തെ ആ ഒരു നിലയും ഇന്ന് STU എത്തി നിൽക്കുന്ന നിലയെക്കുറിച്ചും STUവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒന്ന് നമ്മോട് സൂചിപ്പിക്കും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി നടക്കുന്ന STUവിൻ്റെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ മഹത്തായ 69ാം സമ്മേളനമാണ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോകുന്നത്. താഴേക്കോടിനെ സംബന്ധിച്ച് ഏകദേശം 1986-87 കാലഘട്ടം തൊട്ട് തന്നെ STUവിൻ്റെ പ്രവർത്തനം നമ്മുടെയൊക്കെ കാരണവന്മാർ ഇവിടെ തുടങ്ങി വെച്ചതായിരുന്നു. 90 മുതൽ 89-90 മുതൽ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തകരായി തുടക്കം കുറിച്ച് ഏകദേശം 10-30 വർഷക്കാലം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ മണ്ഡലം ഭാരവാഹിയായും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുമൊക്കെ പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടുകയുണ്ടായി. ഏകദേശം 90-95 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ താഴേക്കോടിനെ സംബന്ധിച്ച് STUവിൻ്റെ പ്രവർത്തനം താഴേക്കോട്, അമ്മിനിക്കാട്, കരിങ്കല്ലത്താണി, പൂവത്താണി മേഖലകളാക്കി തിരിച്ചുകൊണ്ട് അതിൻ്റെ മുന്നേറ്റം കുറിക്കുകയും നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ ഏകദേശം 200 കർഷക തൊഴിലാളിയുടെ ക്ഷേമനിധിയിൽ അംഗമാക്കി ആളുകളെ ചേർക്കുകയും അതുപോലെ തന്നെ കരിങ്കല്ലത്താണി, പൂവത്താണി, താഴേക്കോട്, അമ്മിനിക്കാട് ഭാഗങ്ങളിൽ മോട്ടോർ തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുകയും ആ യൂണിയനിലൂടെ ഒരുപാട് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ശക്തമായ ഒരു വേരോട്ടം താഴേക്കോടിനെ സംബന്ധിച്ച് STUവിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നും അതിൻ്റെ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സർവശക്തനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ആ അസീറിൻ്റെ കാലഘട്ടത്തിൽ STUവിന് നേതൃത്വം നൽകിയ മറ്റുള്ള ആളുകൾ ആരെങ്കിലും ഓർത്തെടുക്കാൻ കഴിയും? അവർ 90 കാലഘട്ടത്തിൽ നമ്മുടെ STUവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ 90 കാലഘട്ടങ്ങളിൽ 90-2000 കാലഘട്ടങ്ങളിലൊക്കെ വരെ നമ്മുടെ ബഹുമാന്യനായ KV ഹംസാജിയും ഇത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ AK പോക്കർ സാഹിബ്, ആനിക്കാടൻ പോക്കർ സാഹിബ്, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഇന്ന് കാപ്പുപറമ്പിൽ താമസിക്കുന്ന
ചേരിക്കല്ലൻ കുഞ്ഞലി സാഹിബ്, ഉം. ഉണ്ണിക്കുട്ടി സാഹിബ്, ഉം. അങ്ങനെ ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രവർത്തനം നടത്തിയിരുന്നത്. ഇന്ന് അതിൻ്റെ മേഖലയൊക്കെ ഒരുപാട് 10-18 ഫെഡറേഷനുകൾ എസ് ടി യുവിൻ്റെ കീഴിൽ ഇന്നുണ്ട്. താഴേക്കോടിനെ സംബന്ധിച്ച് തന്നെ 10-12 ഫെഡറേഷനുകളിൽ അസർഫിൻ്റെയും ഷുക്കൂറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മോശമല്ലാത്ത രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടി എസ് ടി യുവിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് താഴേക്കോട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ വരുന്ന ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി നടക്കുന്ന, നേരത്തെ അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികളെ പുളകമണിയിച്ചുകൊണ്ട് 1-ാം തീയതി നടക്കുന്ന വലിയ റാലിയിലും 2-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലുമൊക്കെ താഴേക്കോട് നിന്ന് ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും ഒന്ന് മാത്രമാണ് ഈ തൊഴിലാളി സംഘടന ഇത്രയധികം പുഷ്ടി പ്രാപിച്ചത്. 1956 മർഹൂം സീതി സാഹിബിൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട, രൂപീകരിച്ച, അന്നത്തെ കാലത്ത് കോഴിക്കോട് തെരുവുകളിലൂടെ കൈവണ്ടി വലിച്ചിരുന്ന ആളുകളെ അവർക്കൊരു ഫെഡറേഷൻ, അവർക്കൊരു തൊഴിലാളി സംഘടന വേണം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് മർഹൂം സീതി സാഹിബിൻ്റെ ആ ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ട് ഇന്ന് 69 വർഷം തികയുമ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടുക്കും 8, 10, 12 സ്റ്റേറ്റുകളിലായി ഇന്ന് എസ് ടി യുവിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിലൊരു ഭാഗമാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന, ഇന്ന് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന് എസ് ടി യുവിൻ്റെ കീഴിലാണ് നമ്മൾ സർക്കാരിനെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തി നമ്മൾ ആ വിജയങ്ങളൊക്കെ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും താഴേക്കോടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ താഴേക്കോട് അറിയപ്പെടുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാന്യനായ അഡ്വക്കേറ്റ് നാലകത്ത് സൂഫി സാഹിബിന്റെ ആ ഒരു നാമധേയത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജം ഉൾക്കൊണ്ട് തന്നെ താഴേക്കോട് ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. ഏതാണ്ട് പാർട്ടിയുടെ ഈ ഉത്ഭവകാലം തൊട്ട് തന്നെ, അതായത് സംഘടനയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ സംഘടനക്ക് അതിൻ്റെതായ മേഖലയിൽ താഴേക്കോടൊക്കെ വേരുകൾ ഉണ്ടായിരുന്നു എന്നാണ് ബഹുമാന്യനായ അസീസ് സൂചിപ്പിച്ചത്. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്നേക്കാൾ ഒരു 5 വർഷം മുമ്പേ പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. കൃത്യമായി തന്നെ കൃത്യമായി നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, മാതൃക സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ പ്രവർത്തകരായി ഇന്നും ഈ 3 പതിറ്റാണ്ടിനപ്പുറവും കൃത്യമായി ഉറച്ച് അചഞ്ചലമായി കൃത്യതയോടുകൂടെ തന്റെ കർത്തവ്യം നിർവഹിച്ച് തങ്ങളുടെ മേഖല അദ്ദേഹം ഒരു പ്രവർത്തന രീതി അനുസരിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറം സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിൽ ഏറിപ്പോയാൽ നിയോജക മണ്ഡലം തലത്തിൽ വരെ പ്രവർത്തിക്കാനുള്ളൂ ഈ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് കയറി വന്നതും സംഘടനാ തലത്തിൽ സംസ്ഥാന തലത്തിലൊക്കെ എത്തി നിൽക്കുന്നതും ഒക്കെയാണ് എനിക്കൊക്കെ ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇനിയും ചർച്ചയിൽ അസീസ് വരും എന്നുള്ളത് കൊണ്ട് തന്നെ സുക്കൂറും അതോടൊപ്പം തന്നെ ഷോപ്പൻ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം തയ്യൽ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ചർച്ചയിൽ വരും. ഏതായാലും ഞാൻ ഇടയിൽ കയറുകയാണ്. നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് 3 പതിറ്റാണ്ടോളമായ 1996 ബഹുമാന്യനായ മർഹൂം വണ്ടൂർ ഹൈദരലി സാഹിബ് കരിങ്കലത്താണിയിൽ അദ്ദേഹം വന്ന ഒരു സമയത്താണ് എസ് ടി യുവിന്റെ മെമ്പർഷിപ്പ് ആദ്യമായി ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. 1996 കാലഘട്ടത്തിൽ. ആ 96 കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുമ്പോൾ കരിങ്കലത്താണി പ്രദേശത്ത് മോട്ടോർ തൊഴിലാളി മേഖലയിലാണ് അന്ന് എന്റെയൊക്കെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 18 മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന കരിങ്കലത്താണി യൂണിറ്റ് 19ാമത്തെ മെമ്പർഷിപ്പാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയത്. അത് 250 മെമ്പർഷിപ്പാക്കി. കരിങ്കലത്താണി എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ല പാലക്കാട് ജില്ലേന്റെ ബോർഡറാണ്. കൃത്യമായി തന്നെ അവിടെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേരോട്ടമുള്ള ഒരു മേഖലയാണ്. അവിടെ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തം തൊഴിലാളി യൂണിയൻ എസ് ടി യുവിന് വേരോട്ടമുണ്ടാക്കി കൃത്യമായി അവിടെയുള്ള
പ്രതിരോധ നീക്കങ്ങളിൽ കൃത്യമായി ബന്ധപ്പെട്ട് ഇടപെട്ട് കൃത്യമായി അതിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ്. ഏതായാലും സുക്കൂറിന് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചർച്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബന്ധപ്പെടാം. അതുമായി ബന്ധപ്പെട്ട് സുക്കൂർ എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അത് സംബന്ധിച്ച് ഞാൻ ചർച്ചയിലേക്ക് കടന്നു വരാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും നമ്മളെ STUവിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് 3 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. 31 ഫെബ്രുവരി 1, 2 തീയതികളിലൊക്കെ ആയിട്ട് STUവിൻ്റെ വിപുലമായ സമ്മേളനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതാദ്യമായി നമ്മുടെ ഒരു STUവിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതായത് നമുക്കതിൽ അതിയായ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താഴക്കോട് പഞ്ചായത്തിൽ തന്നെ വിവിധ മേഖലകളിൽ നിന്നായി വാഹനങ്ങൾ സമ്മേളനത്തിനായിട്ട് ഒരുക്കി അതിൽ തൊഴിലാളികൾ സമ്മേളനത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ താഴക്കോട് മേഖലയിൽ നിന്നും ഒരു വാഹനം പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു തൊഴിലാളിയായിട്ടാണ് നമ്മൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ അഭിമാനമുണ്ട്. ഏതായാലും ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ ആധികാരികമായി പറയാൻ കഴിവുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ള അസീസ് സാഹിബും അതുപോലെ കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് പുത്തൂരും ഒക്കെ. അപ്പോൾ അതിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല. ഏതായാലും കടപ്പുറത്ത് നടക്കുന്ന സമ്മേളനം വിജയിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇക്കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ CITU എന്ന് പറഞ്ഞ തൊഴിലാളി സംഘടനയുടെ പൊടി പോലും ഇല്ലാത്ത ഈ അവസരത്തിൽ STUവിൻ്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. STU ആണ് എല്ലാ അവകാശങ്ങളും തൊഴിലാളികൾക്ക് നേടിക്കൊടുക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ സമ്മേളനം ശ്രദ്ധേയമാണ്. അത് എല്ലാവരും കഴിയുന്ന എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ വിശദീകരിക്കും. ഏതായാലും ചർച്ചയിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പൊ നമ്മളെ ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ 18 മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന കരിങ്കലത്താണി യൂണിറ്റ് 250 മെമ്പർമാരെ അവിടെ സ്ട്രോങ് ആക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവിടെ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടും മറ്റൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി തന്നെ സംഘടനയ്ക്ക് വേരൂന്നിയ ഒരു പ്രദേശമാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ കൃത്യമായി അതിൻ്റെ ഒരു വേരോട്ടം ഉണ്ടാക്കി 7ഓളം യൂണിറ്റുകൾ രൂപീകരിച്ച് അസീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായി തന്നെ പ്രവർത്തനം ആരംഭിച്ച് നിയോജക മണ്ഡലത്തിൽ അന്ന് ജില്ലാ തലത്തിൽ വരെ പ്രവർത്തിച്ച ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നതാണ് അസീസും ഞാനൊക്കെ ജില്ലാ തലത്തിൽ ഭാരവാഹിത്വത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഏതായാലും നൂറ്റാണ്ട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളെ കുറിച്ചിട്ടാണ് എനിക്ക് 2 വാക്ക് പറയാനുള്ളത്. കർക്കിടാകുന്നൻ മുഹമ്മദ്. അദ്ദേഹം ഇത് നമ്മോടൊപ്പം ഇല്ല. സംഘടനാ തലത്തിൽ STUവിനകത്ത് താഴക്കോട് പഞ്ചായത്തിൽ വേരൂന്നിയ കൃത്യമായി തന്നെ മുൻകഴിഞ്ഞ നേതാക്കളെ PK യൂസുഫ് ഹാജിയുടെയൊക്കെ കാലഘട്ടത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായി സംഘടനയെ വളർത്തിയെടുക്കുന്നതിനൊക്കെ മുഖ്യ പങ്കുവഹിച്ച കർക്കിടാകുന്നൻ മുഹമ്മദ് അന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തെ കൂടി നമ്മൾ ഓർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഭാരവാഹിത്വത്തിൽ STUവിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൽ STUവിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ നിലവിലെ വൈസ് പ്രസിഡന്റായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള തൊഴിലുറപ്പ് കുടുംബശ്രീ യൂണിയന്റെ മേഖലയിൽ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് മാർക്കറ്റിംഗ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നിലവിൽ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലൊക്കെ 3 പതിറ്റാണ്ടോളമായി ഇടതടവില്ലാതെ സംഘടനയ്ക്ക് വേണ്ടി നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃസംഘടന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കരുത്തേക്കാൻ കൃത്യമായി അചഞ്ചലമായി കൃത്യമായി അച്ചടക്കത്തോടുള്ള ഒരു പ്രവർത്തകരായി കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഞങ്ങൾ ജനിച്ചതും ജീവിക്കുന്നതും ലീഗായി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മരിക്കുവോളം ലീഗായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. ഏതായാലും കൃത്യമായി തന്നെ അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയനെ സംഘടിപ്പിക്കുന്നതിലൊക്കെ മുഖ്യമായി പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ കൃത്യമായി തന്നെ. അപ്പോൾ കൃത്യമായി സംഘടനാ തലത്തിലൊക്കെ ഒരു 3 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമുള്ള ഞങ്ങൾക്കൊക്കെ സ്വപ്നതുല്യമായ ഒരു സമ്മേളനമാണ് ഈ കോഴിക്കോട് കടപ്പുറം സാക്ഷിയാവുന്നത്. നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സീതി സാഹിബിന്റെ തുടക്കത്തിൽ 8ഓളം മേഖലയിൽ മാത്രമാണ് അന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU ഒക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ചരിത്രങ്ങൾ നമുക്ക് നോക്കിയാൽ കാണുന്നത്. എന്നാൽ ഇന്ന് 39 അവാന്തര വിഭാഗങ്ങളെ കോർത്തിണക്കി
കൃത്യമായി തന്നെ 2 ലക്ഷത്തിലധികം മെമ്പർമാരെ സാക്ഷി നിർത്തി, കൃത്യമായി ആക്റ്റീവായ 2 ലക്ഷത്തിലധികം മെമ്പർമാരെ സാക്ഷി നിർത്തി ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം അബ്ദുള്ള സാഹിബ് പ്രസിഡന്റായും KPM അഷ്റഫ് സാഹിബ് ജനറൽ സെക്രട്ടറിയായും ദേശീയ പ്രസിഡന്റായി അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളമൊക്കെ ലീഡർഷിപ്പിൽ മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ അണിനിരക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് കൃത്യമായി തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10 വർഷത്തോളമായി പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത 3 ദിവസം രാപ്പകൽ സമരം സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ച ട്രേഡ് യൂണിയൻ കൃത്യമായി ഇന്ന് കേരളത്തിൽ അത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STO കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 39ഓളം അവാന്തര വിഭാഗങ്ങൾക്ക് ഓരോ എന്റെ ഫെഡറേഷനൊക്കെ 1 മണിക്കൂറാണ് നമുക്ക് സമയം ലഭിച്ചത്. അങ്ങനെ 3 ദിവസം കൃത്യമായി ഇടതടവില്ലാതെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കൃത്യമായി ചരിത്രം രചിച്ച ഒരു സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STO. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും അതുപോലെ തന്നെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലും അതുപോലെ തന്നെ ജില്ലാ കളക്ടറേറ്റ് തലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും പ്രത്യേകിച്ച് നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമനിധി അംഗങ്ങൾക്ക് കിട്ടേണ്ട അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും കൃത്യമായി പ്രാഗൽഭ്യമുള്ള പ്രവർത്തന മികവുള്ള നേതാക്കൾ ലീഡേഴ്സിന് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സ്വന്തം തൊഴിലാളി യൂണിയൻ. കേരളം വിട്ട് നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 12 സംസ്ഥാനങ്ങളിൽ ഇന്ന് കൃത്യമായി വേരോട്ടമുള്ള സംഘടന ബഹുമാന്യനായ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം കൃത്യമായി തന്നെ 1/2 നൂറ്റാണ്ട് കാലത്തെ പ്രവൃത്തി പരിജ്ഞാനമുള്ള ഒരു നേതാവാണ് ബഹുമാന്യനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം. 12 സംസ്ഥാനത്ത് ഇന്ന് സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ വേരോട്ടം ഉണ്ടാക്കുന്നതിലൊക്കെ കൃത്യമായി പങ്കുവഹിക്കുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടന പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STO പാർലമെന്റ് മാർച്ച് നടത്തി ആ ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിലൊരു അംഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ പാർലമെന്റ് മാർച്ചിലേക്ക് നടത്തുമ്പോഴും കൃത്യമായി വേരോട്ടമുള്ള സംഘടന എന്നുള്ള നിലക്ക് കൃത്യമായി അതിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സംഘടന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇന്ന് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളിൽ നിന്ന് വിഭിന്നമായി കൃത്യമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിലൊരു അംഗമായി അതിലൊരു എളിയ ഭാരവാഹിയായൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച തുടരുകയാണ്. ബഹുമാന്യനായ അസീസ് കൃത്യമായി തന്നെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ള മേഖലയിലൊക്കെ പ്രവർത്തന സംഘടനയുടെ മികവിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇനിയും നമ്മൾ വിട്ടുപോയ നേതാക്കളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിനെ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ സൂചിപ്പിച്ചു കർഷക തൊഴിലാളി യൂണിയന്റെ 300ഓളം അംഗങ്ങൾ ഉണ്ടായിരുന്ന സംഘടന അതൊക്കെ കാലഘട്ടത്തിൽ പിന്നെ അതിന്റെ തുടർച്ച നമുക്ക് അതിന്റെ ഇടയിൽ ഒരു പ്രവാസി എന്നുള്ളതൊക്കെ അശ്വത് പുറത്തൊക്കെ പോയി, അതുകൊണ്ടാണ് ഒന്ന് ചെറിയൊരു അമാന്തം വന്നതെന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. എന്താ സൂചിപ്പിക്കാനുള്ളത്? അതൊരു 90-92 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ സജീവമായിട്ട് STOന്റെ പ്രവർത്തനം കൊണ്ട് നടന്നിരുന്നു. അത് നമ്മുടെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KK ഹംസ സാഹിബ്, അദ്ദേഹമായിരുന്നു നമ്മുടെയൊക്കെ കരുത്തും ഊർജവും. അദ്ദേഹം എന്നും ഒഴുക്കുമായിരുന്നു. ഇവിടെ അദ്ദേഹം മുഖാന്തരമാണ് നമുക്ക് 200ഓളം കർഷക തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗമാക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാനും ഒക്കെ അന്ന് നമുക്ക് കഴിഞ്ഞിരുന്നു. എന്നും ഇപ്പോൾ ഞാനീ പറയുന്ന ഈ സമയത്ത് പോലും നമ്മുടെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന ഒരു ഭാരമായി, സംസ്ഥാന വൈസ് പ്രസിഡന്റും നിലവിലെ മണ്ഡലം ജനറൽ STOന്റെ വൈസ് പ്രസിഡന്റും ഒക്കെയായി ഒരുപാട് കാലം താഴേക്കോട് പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുമൊക്കെ പ്രവർത്തിച്ച് പ്രവർത്തന മികവ് വരുത്തിയ ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന വേങ്ങനാശം. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം ഒരുമിച്ച് ഈ യൂണിയനിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മാതൃ സംഘടന തന്നെയാണ്. ആ സംഘടന വഴി തന്നെയാണ് നമ്മൾക്ക് STOന്റെ മെമ്പർഷിപ്പ് എടുത്തതും ആ STOന്റെ പ്രവർത്തനം തുടങ്ങിയതുമൊക്കെ. നമുക്കൊക്കെ ഈ കേരളത്തിനകത്ത് എവിടെ പോയാലും നമ്മുടെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, ഒരു സ്വതന്ത്ര തൊഴിലാളി യൂണിയനിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരു മെമ്പറാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് എവിടെയും ഒരു കുടുക്കം, ഒരു ബുദ്ധിമുട്ട് വരാറില്ല. അത്ര കണ്ട് വേരൂന്നിയ ഒരു സംഘടനയാണ് ഈ സംഘടന. ഇതിൽ 39 പോഷക ഘടകങ്ങളുണ്ട്.
ലക്ഷക്കണക്കിന് ആളുകളെ മോട്ടോർ തൊഴിലാളികളിലും മറ്റു വിഭാഗങ്ങളിലൊക്കെ ചേർത്തുകൊണ്ട് ഇന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ മേടിച്ചെടുത്തിട്ടുണ്ട്. സമരം ചെയ്തിട്ട് തന്നെയാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, മോട്ടോർ തൊഴിലാളി വിഭാഗത്തിനെ സംബന്ധിച്ച് ഞാൻ ഒരു മോട്ടോർ തൊഴിലാളി യൂണിയനിൽ പെട്ടവരാണ്. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മോട്ടോർ തൊഴിലാളിയിലാണ്. അതിൻ്റെ മണ്ഡലം സെക്രട്ടറിയായും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഭാരവാഹി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോർ തൊഴിലാളിയിൽ സർക്കാരിൽ നിന്ന് നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ പ്രിയങ്കരന്മാരായ നേതാക്കൾ മുഖേന നമുക്ക് ഏറ്റവും സന്തോഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നേതാക്കൾ, അടിയുറച്ച നേതാക്കൾ, അണികൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അതപ്പടി അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു മാർഗം നിർദ്ദേശിക്കുന്ന, അതിൻ്റെ ഒരു സൊല്യൂഷൻ കാണിക്കുന്ന നേതാക്കളാണ് നമ്മുടെ ഒക്കെ. മുസ്ലിം ലീഗിൻ്റെതായാലും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെതായാലും ഒക്കെ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇന്ന് ഓരോ വർഷം കഴിയുമ്പോൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ മെമ്പർഷിപ്പ് കൂടിക്കൂടി വരുന്നത്. ഇപ്പോൾ നേരത്തെ ഒമാനിന അഷറഫ് പറഞ്ഞതുപോലെ 12ാമത്തെ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുമ്പോൾ ഇന്ന് താഴേക്കോട് പഞ്ചായത്തിൽ മാത്രം നമുക്ക് മോട്ടോർ തൊഴിലാളി വിഭാഗത്തിൽ 400ഓളം മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ആയാലും നിർമ്മാണ തൊഴിൽ യൂണിയൻ്റെ ആയാലും ടൈലേഴ്സിൻ്റെ ആയാലും അങ്ങനെ നിരവധി മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ കൂടാനുള്ള കാരണം അവർക്കൊക്കെ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അതപ്പടി നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഇന്ന് വരെ നമ്മളത് പാലിച്ചു പോകുന്നത്. STUവിനെ സംബന്ധിച്ച് പറയുന്നത് ഒരുപാട് പറയാനുണ്ട്. എൻ്റെയൊക്കെ പിന്മുറക്കാർ എന്ന് പറയുന്നത് അതൊക്കെ ഇന്ന് ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിരിക്കുന്നു. പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് മണി സാഹിബിൻ്റെ കാലത്തൊക്കെ ചെറിയ ഒരു ഭാരവാഹി അല്ല, ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഒരു മണിസാഹിബ് എന്നും മണിസാഹിബായിരിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളെ PTM കുഞ്ഞാപ്പ സാഹിബ്, അതുപോലെ പിന്നെ ഇന്ന് സ്റ്റേറ്റ് നേതാവായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ C അബ്ദുൽ നാസർ സാഹിബ് ഒക്കെ അവരുടെയൊക്കെ ഒരു പരിചരണത്തിലാണ് ഞാനും ഈ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ഒരു എളിയ ഭാരവാഹി ആയിട്ടൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. ഈ പാർട്ടിയെ സംബന്ധിച്ചും ഈ തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചുമൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് നമ്മൾ ഈ നാട്ടിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ ഓരോ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇവിടെ വേരോന്നി അത്ര അടിയുറച്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഈ സംഘടന കൊണ്ട് തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. വരും കാലങ്ങളിലൊക്കെ ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നടക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം, ഒരു വലിയ ജനാവലിയെ നിരത്തിക്കൊണ്ട് ഒരു വലിയ മഹാറാലിയും അത് കഴിഞ്ഞിട്ടുള്ള കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികളെ തുറകമീച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമൊക്കെ നടക്കുന്നു. താഴേക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ താഴേക്കോട് നിന്നൊരു വാഹനം, ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുത്തൂർ ഭാഗത്തു നിന്നൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ചെറിയ വാഹനങ്ങളിലൊക്കെ ആയിട്ട് പൂവത്താണിയിലും അമ്മിൻകാട് നിന്നൊക്കെ ആളുകൾ നമ്മൾ പോകുന്നുണ്ട്. നിങ്ങളും അതിലൊരു ഭാഗമാകണം എന്ന് പറഞ്ഞുകൊണ്ട് അഷറഫ് സാഹിബ് നിങ്ങളോട് സംസാരിക്കും. അതിന് അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊള്ളുക. ഏതായാലും കൃത്യമായി തന്നെ താഴേക്കോടിന്റെ ഒരു ചരിത്രം, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം കൂടി അസീസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കൃത്യമായി തന്നെ ഇന്ന് ഞങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയങ്കരനായ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട സ്വതന്ത്ര തൊഴിലാളി ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായിരുന്ന C അബ്ദുൽ നാസർ സാഹിബ് കൃത്യമായി തന്നെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധി ആളുകളെ ഏകദേശം 5000-6000-ഓളം അംഗങ്ങളെ ചേർത്ത് കൃത്യമായി തന്നെ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നല്ലൊരു വേരോട്ടമുള്ള ഒരു നിയോജക മണ്ഡലമാക്കി. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന കേരള കർഷക തൊഴിലാളി യൂണിയന്റെ ക്ഷേമനിധി, അതുപോലെ തന്നെ മറ്റേറ്റാക്കാട്ടുവള്ളി തൊഴിലാളി ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി, അതുപോലെ തന്നെ മറ്റ് അസംഘടിത മേഖല തൊഴിലാളി ക്ഷേമനിധി, ഈ ക്ഷേമനിധികളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അത് ലീഡർഷിപ്പ് നൽകാനും ഒക്കെ ബഹുമാനനായ C അബ്ദുൽ നാസർ സാഹിബിന്റെ ആ പ്രകടന മികവ് നമുക്ക്
എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ സംഘടനയ്ക്ക് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ശക്തമായി ഞങ്ങൾക്ക് മുന്നിൽ നിന്നുള്ള ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ജില്ലാ STUവിന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം പച്ചേരി ഫാറൂഖ് സാഹിബ്. അദ്ദേഹം ഒരു ജില്ലാ നേതാവാണെങ്കിൽ പോലും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUയുടെ പെരിന്തൽമണ്ണയിൽ അഡ്രസ്സ് ഉണ്ടാക്കുന്നതിന് ശക്തമായി ഞങ്ങൾക്ക് നിയമപാലകരുമായി കൃത്യമായി സംവദിക്കുന്നതിനും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശക്തമായ പ്രതിരോധം തീർക്കുന്നതിലൊക്കെ ലീഡർഷിപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട പച്ചേരി ഫാറൂഖ് സാഹിബ് ഞങ്ങൾക്ക് മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ കൃത്യമായി ഞങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകർക്കൊക്കെ അദ്ദേഹം വലിയ ഊർജ്ജമാണ്. അദ്ദേഹത്തിന്റെ ഒരു തേരോട്ടം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം രൂപീകരിച്ച ചരിത്രത്തിൽ ആദ്യമായി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയൊക്കെ തിരിച്ചുപിടിച്ച് പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബിന്റെയൊക്കെ ലീഡർഷിപ്പിൽ നമുക്കതൊക്കെ നൽകിയ ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും സന്തോഷം എന്നുള്ളത് നേരത്തെ അസീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരനായി ജീവിച്ച് മുസ്ലിം ലീഗുകാരനായി മരിക്കുക എന്നുള്ള ഒരു ആവേശം മാത്രമാണ് ഞങ്ങൾക്കൊക്കെ മുമ്പിലുള്ളത്. ഞങ്ങളുടെയൊക്കെ ജീവിതം പൊതുപ്രവർത്തനത്തിന് മാത്രം ഒഴിഞ്ഞു വെച്ച വ്യക്തിത്വങ്ങളാണ്. ഏതായാലും ഈ ഒരു സമ്മേളനം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ചരിത്രങ്ങളും ഞങ്ങളിൽ നിന്നും അറിഞ്ഞു പോയ ആളുകളെ, നമ്മളെ മുന്നോട്ട് നയിച്ച, നേരത്തെ സൂചിപ്പിച്ച ആളുകളെയൊക്കെ നമുക്ക് ഓർത്തെടുക്കാനും നമുക്ക് സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ ഞാൻ പഞ്ചായത്ത് STUവിന്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുമ്പോൾ ബഹുമാന്യനായ മർഹൂം VPK യൂസുഫ് ഹാജി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ബഹുമാന്യനായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ് ജനറൽ സെക്രട്ടറി ആയിരുന്ന 1996 കാലഘട്ടത്തിലാണ് STUവിന്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തന മേഖലയിൽ തുടക്കം കുറിച്ചത്. ഇന്ന് 3 പതിറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, മാതൃസംഘടന എന്ന നിലയ്ക്ക് പ്രവർത്തനത്തിൽ അംഗീകരിച്ച മികവ്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാനും അതുപോലെ തന്നെ പ്രവർത്തന മികവിന് അംഗീകാരങ്ങൾ നൽകാനും സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കിയത് അന്ന് യൂസുഫ് ഹാജിയുടെയും അതുപോലെ തന്നെ PT കാൽദു മാസ്റ്ററുടെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബിന്റെയും AK നാസർ മാസ്റ്ററുടെയും ഒക്കെ ശിക്ഷണത്തിലുള്ള ശക്തമായ വേരോട്ടം, അതിനൊക്കെ ലീഡർഷിപ്പ് നൽകി ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പെരിന്തൽമണ്ണയുടെ വികസന തുടിപ്പ് തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ്. അഡ്വക്കേറ്റ് നാലകത്ത് സൂഫി സാഹിബിന്റെയൊക്കെ ആ ശിക്ഷണത്തിലുള്ള ആ ഒരു ഊർജം തന്നെയാണ് താഴെക്കൂട്ടുകാർക്ക് ഈ സംഘടനയിൽ ഉറച്ചു നിൽക്കാനും ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ആ നേതാക്കന്മാരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച നമ്മൾ പര്യവസാനത്തിലേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങളെ കുറിച്ച് ഇപ്പൊ താഴെക്കോട് പഞ്ചായത്തിലൊക്കെ അതുപോലെ തന്നെ നിയോജക മണ്ഡല തലത്തിലൊക്കെ കൃത്യമായി തന്നെ വേരോട്ടമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ പ്രിയപ്പെട്ട ആക്കാട്ട അബൂബക്കർ സാഹിബിന്റെ നേതൃത്വത്തിൽ കൃത്യമായി മുന്നേറ്റം നടത്തി അയ്യപ്പേട്ടന്റെ നേതൃത്വത്തിൽ മുന്നേറ്റം നടത്തുന്ന ഒരു സംഘടനയാണ്. കൃത്യമായി എല്ലാ മേഖലയും തൊഴിലാളികൾക്ക് വേണ്ട അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു നൽകാനും ഒക്കെ കൃത്യമായി അത് പ്രാഗൽഭ്യമുള്ള, അതിനെ അറിയുന്ന ഒരു നിലയിലേക്കൊക്കെ ഞങ്ങളെ വളർത്തിയെടുക്കാനൊക്കെ നേതാക്കൾ ഒരുപാട് ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. ഏതെങ്കിലും ആളുകളൊക്കെ നമ്മളെ സംസ്ഥാനത്തിലൊക്കെ വിട്ടുപോയിട്ട് നിലവിലെ മുസ്ലിം ലീഗിന്റെയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് VP റഷീദ് മാസ്റ്റർ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി MT അഫ്സറാൻ അടക്കമുള്ള ആളുകളൊക്കെ ഇന്നും സംഘടനയ്ക്ക് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്തൊരു ആവശ്യം ഉന്നയിച്ചാലും കൃത്യമായി അത് അംഗീകരിക്കാൻ കൃത്യമായ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് മാതൃസംഘടന ഞങ്ങളോടൊപ്പമുണ്ട്. വരും നാളുകളിൽ ഇനിയും ഈ മാതൃസംഘടന മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാനും മുസ്ലിം ലീഗിന്റെ പിന്നണിയിൽ അണിനിരക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖല എന്നുള്ള നിലയ്ക്ക് ട്രേഡ് യൂണിയൻ മേഖലയിൽ കൃത്യമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരു തൊഴിലാളി നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് അവർ നമ്മളുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ 24/7 കൃത്യമായി അവർ വിളിച്ചാൽ വെളിപ്പാടകളെ എത്തുന്ന ഒരു പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അസീസ് ഞാൻ അടക്കമുള്ളവർ 3-4 പതിറ്റാണ്ടുകളായി ഈ സംഘടനയ്ക്ക് ലീഡർഷിപ്പ് നൽകുന്നത്. അതല്ലെങ്കിൽ മാറിപ്പോയി മറ്റുള്ള ആളുകൾ അതിലേക്കൊക്കെ കയറി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. പക്ഷേ അത് അണികൾക്കും പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് നൽകുന്ന 3 പതിറ്റാണ്ടിനപ്പുറമുള്ള ആളുകൾക്കും ഇന്ന് പ്രവർത്തിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏകദേശം ഒരു 10,000-2000-ഓളം മെമ്പർഷിപ്പ് ഉള്ള ഏകദേശം ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് 1000-2000-ന്റെ ഉള്ളിലുള്ള മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് അതൊക്കെ ലീഡർഷിപ്പ് നൽകാനും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലും ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ വരെ പ്രവർത്തിക്കാനും ഒക്കെ അതിന് അർഹത ലഭിക്കണമെങ്കിൽ പ്രവർത്തകരുടെ അടിത്തട്ടിൽ നിന്നുള്ള ആളുകളുടെ അവരുമായുള്ള പെരുമാറ്റവും അവർക്ക് വേണ്ട അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ലീഡർഷിപ്പിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും നാളെ എന്ത് എന്നുള്ളതല്ല, ഇന്ന് ലൈവായി എന്ത് എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. വരും നാളുകളിലും ഇതേപോലെ സംഘടനയ്ക്ക് ഉതകുന്ന രീതിയിൽ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി
മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ ഈ താഴേക്കോട് പഞ്ചായത്ത് തലങ്ങളിലും അതുപോലെ തന്നെ മേലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ നിലയിലും നിയോജക മണ്ഡലം, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രാഗൽഭ്യമുള്ളവർക്കാണ് അതിനൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനൊക്കെ അവസരം ഉണ്ടാവുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സീനിയർ നേതാവായ അസീസ്, അദ്ദേഹം കൂടുതൽ മുകളിലേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ എന്നോ അദ്ദേഹം സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കേണ്ട വ്യക്തിത്വമാണ്. ഇതിന് കൃത്യമായും ഞങ്ങളുടെ ഏതായാലും ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കൃത്യമായി കൂടുതൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട്. സ്ത്രീകളാണ് എന്നുള്ളത്, ക്ഷേമനിധി അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബിനികൾ ഒക്കെയാണ് പങ്കെടുക്കുന്നത്. കൂടുതൽ ആളുകളെ, സ്ത്രീകളെയാണ് ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് സംബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ലീഡർഷിപ്പിന്റെ അംഗീകാരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനിതകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി അവർക്ക് അവകാശങ്ങൾ ലഭിക്കേണ്ട നേരത്തെ സൂചിപ്പിച്ച അവർക്ക് ഒരുപാട് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും കൃത്യമായി തന്നെ ഏറ്റവും ഇന്ന് സ്ട്രൈക്കറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംസ്ഥാന സമ്മേളനം ട്രേഡ് യൂണിയൻ മേഖലയിൽ അത് നടത്തുന്നത് മുസ്ലിം ലീഗ് സംഘടനയുടെ പോഷകഘടകമായ സ്വതന്ത്ര തൊഴിലാളികളുടെ രാഷ്ട്രീയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ലക്ഷം ആക്റ്റീവ് മെമ്പർമാർ കൃത്യമായി പരിജ്ഞാനമുള്ള വിവിധ 39 അവാന്തര വിഭാഗങ്ങൾ അണിനിരക്കുന്ന ശക്തമായ തേരോട്ടമുള്ള കോഴിക്കോട് മണൽത്തരികളെ നീല പതാകയേന്തിയ മണൽത്തരി കോരിത്തെരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര സമ്മേളനം നടക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ലീഡർഷിപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ കരുത്തനായ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, ഡോക്ടർ MK മുനീർ സാഹിബ് അടക്കമുള്ള ലീഡർഷിപ്പ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ MLA-മാരൊക്കെ അണിനിരക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കൾ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റഹ്മത്തുള്ളാഹി സാഹിബ് നേതൃത്വം നൽകുന്ന ഈ സംഘടനയും കൃത്യമായി തന്നെ നല്ലൊരു ചരിത്രം രചിച്ച് തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഓരോരുത്തരും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനയ്ക്ക് ഊടും പാവും നൽകി സംഘടനയിൽ നട്ടുനനക്കുന്നതിൽ നേതൃത്വം വഹിച്ച പ്രിയങ്കരനായ മർഹൂം സീരി സാഹിബ് ഒരുപാട് ചരിത്രങ്ങൾ രചിച്ച നേതാവാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ കോഴിക്കോട് കടപ്പുറം അവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് 2-ാം തീയതി നടക്കുന്ന ആ പ്രതിനിധി സമ്മേളനം ബഹുമാനീയനായ മർഹൂം അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബിന്റെ നാമധേയത്തിലാണ്. അതൊക്കെ കൃത്യമായി ഉന്നയിച്ചു. അതുപോലെ തന്നെ ഓരോ ഗേറ്റുകളൊക്കെ ഓരോ നേതാക്കളുടെയൊക്കെ നാമധേയത്തിൽ നമുക്ക് കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ എത്തണം. അപ്പോഴാണ് ഇതിന്റെ ഒരു ആഹ്വാനം, ഇതിന്റെ ഒരു പ്രവർത്തന മികവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 4 പതിറ്റാണ്ടുകൾക്ക് അപ്പുറമാണ് കോഴിക്കോട് വീണ്ടും സാക്ഷിയാകുന്നത്. ആ സാക്ഷിയാകുന്ന മുഹൂർത്തം അത് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ 31-ാം തീയതി നടക്കുന്ന ആ പതാക ജാഥയും അതിലൊക്കെ പങ്കാളികളാകാനും എല്ലാവരും ശ്രമിക്കണം. നേരത്തെ സൂചിപ്പിച്ച ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം 27-ാം തീയതി ഇന്ന് നമ്മള് താഴേക്കോട് യൂണിറ്റിലൊക്കെ പതാക ഉയർത്തി സംസ്ഥാന തലത്തിൽ പതാക ഉയർത്തുന്ന ദിനത്തിൽ കൃത്യമായി താഴേക്കോട് യൂണിറ്റിൽ പതാക ഉയർത്താനൊക്കെ നേതൃത്വം നൽകാനും അതിന് സംഘടനയ്ക്ക് നേതൃത്വം നൽകാനും കൃത്യമായി STU ആവശ്യപ്പെടുന്ന, സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്ന എല്ലാ പരിപാടികളും A to Z കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു യൂണിറ്റ്, അതുപോലെ തന്നെ നിയോജക മണ്ഡലം, അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. ഏതായാലും ഈ സംഭവം, ഈ ചരിത്ര സമ്മേളനം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും അസീസിന് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഏതായാലും ഞങ്ങളെ അവിടെ എത്തുമ്പോൾ നിങ്ങളും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച പര്യവസാനിക്കുകയാണ്. ഇനിയും ഞങ്ങളെ ഈ സംസാരത്തിൽ ഞങ്ങളിന്നും നമ്മോടൊപ്പം പ്രവർത്തിച്ച പല ആളുകളും ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരുടെ കബറൊക്കെ അള്ളാഹു വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും വരും നാളുകളിലും കൃത്യമായി സംഘടനയ്ക്ക് നേതൃത്വം നൽകാനും ശക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം. തികച്ചും കൃത്യമായി ഇതൊന്നും മാറ്റൊന്നും ലാക്കാക്കാതെ തൊഴിലാളികൾക്ക് ആവശ്യമായി അവർക്ക് കിട്ടേണ്ട അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെയൊക്കെ അവസാനം എന്നുള്ളത് മാതൃസംഘടനയായ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. അത് ഇന്ന് സ്ട്രൈക്ക് റൈറ്റിന്റെ പാർട്ടിയാക്കുന്നത് കൃത്യമായി പങ്കുവയ്ക്കുന്ന തൊഴിലാളി വിഭാഗം എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ വരും നാളുകളിൽ മുസ്ലിം ലീഗിന് ഗുണമേകുന്ന രീതിയിലുള്ള പ്രവർത്തനം
ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംഘടന ഭാഗത്തു നിന്നും കാഴ്ചവെക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇനിയും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഇതിൽ ഭാഗമൊക്കെയായി വരും നാളുകളിൽ നിങ്ങളുടെ അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മുടെ ലീഡർഷിപ്പോ അതുപോലെ തന്നെ അടിയിൽ തട്ടിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് തലങ്ങളിലും ഒക്കെ പ്രതി ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ പരിശോധിക്കേണ്ട ചർച്ച കൃത്യമായി തന്നെ പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകൻ അസീസൊക്കെ ഇതുപോലുള്ള ചർച്ചകൾക്കൊക്കെ ഇരിക്കണം. അദ്ദേഹം ഏറെ മടിയുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവസരം വരുമ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് പറയാനും അവർക്ക് അറിയിച്ചു കൊടുക്കാനും കിട്ടുന്ന അവസരം ഏതായാലും അദ്ദേഹത്തെ ഞാൻ നിർബന്ധിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഏതായാലും പരിപാടി സംബന്ധിച്ചതിന് ഒരുപാട് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് 3 പതിറ്റാണ്ടിലപ്പുറം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു പതാകയിൽ അണിനിരന്ന പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. ഏതായാലും ഈ പരിപാടി ഈ ഒരു വീഡിയോയുടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കും ഈ കേരളത്തിന്റെ മണ്ണിൽ. നിങ്ങൾ ഉണ്ടാവണം, ഞങ്ങളും ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് എസ് ടി.